ഗൈസ് ഇപ്പം നമ്മൾ നേരെ പോണ് പടിഞ്ഞാറേക്കര അഴിമുഖം ബീച്ച് കേട്ടാ. ആ ഒരു അഴിമുഖം കാര്യങ്ങളാണ് സംഭവം. എന്താ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടലും ഈ ഒരു ഭാരതപ്പുഴയും ടച്ച് ആവുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു പടിഞ്ഞാറേക്കര അഴിമുഖം എന്ന് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പടിഞ്ഞാറേക്കര ബീച്ചിൽ നിന്ന് നേരെ അപ്പുറത്തേക്ക് നോക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊന്നാനി ബീച്ചും കാണാൻ പറ്റൂട്ടോ. അപ്പുറത്തേക്ക് കടന്നു പോകാനൊന്നും പറ്റുക. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ബീച്ചും കാര്യങ്ങളാണ്. ഭാരതപ്പുഴയും കടലും കൂടി ടച്ച് ആവുന്ന ബീച്ചാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ടച്ച് ആവുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചു തരട്ടെ. അത്യാവശ്യം നല്ല അടിപൊളി ബീച്ചാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എനിക്ക് ഇവിടുന്ന് ഏകദേശം 33 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങോട്ട് പോകാനേ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അവിടുന്ന് കാണട്ടെ. നമുക്ക് നമ്മളിത് ഇവിടെ പടിഞ്ഞാറേക്കര അഴിമുഖത്തി ഉണ്ടാവും. ഈ കാണാനാണ് ഭാരതപ്പുഴ. നമ്മൾ ബീച്ചിന്റെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. അവിടേക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ആദ്യം ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ ബീച്ചിന്റെ അങ്ങോട്ട് പോകട്ടെ. അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ പക്കയാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിൽ ആൾക്കാർ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചു വന്നു കിട്ടും. അപ്പോൾ ഈ ലോറി കാര്യങ്ങളൊക്കെ തിരിച്ചിട്ട് ബെൽക്ക് മീനും കാര്യങ്ങളൊക്കെ കയറ്റാനാണെന്ന് തോന്നുന്നുണ്ട്. നേരെ മുമ്പ് കണ്ട് നോക്കി കാണുന്നുണ്ട്. വലിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. മീൻ പിടിച്ചാൽ പോലെ നോക്കി നിങ്ങൾ വരിക്ക് 5-6 ബോട്ടുകൾ എടുത്തിട്ട് നമുക്ക് നേരെ പടിഞ്ഞാറേക്കര ബീച്ച് കോട്ടാം. ആ ഭാരതപ്പുഴ ടച്ച് ആവുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു പടിഞ്ഞാറേക്കര ബീച്ചിക്ക് കയറാനുള്ള കവാടും കാര്യങ്ങളൊക്കെ ഉണ്ടത്. ഈ കൂടെ കയറുമ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പാർക്കിങ്ങിനും ഫീ ഉണ്ട്. വലിയ ഫീ ഒന്നും ചെറിയൊരു ഫീ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് ഇതിന്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ 20 രൂപേന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറ്റിക്കാണ്ട് പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. 10 രൂപേന്റെ ടിക്കറ്റും ഓട്ടോക്ക് 10 പിന്നെ കാറിനാണ് 20 രൂപയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ് ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിച്ചത്. നല്ല അടിപൊളി പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ പക്കണ്ട. ഞാനിപ്പോ എന്താ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. അവിടെയും ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യേണ്ട. ഇവിടെ വന്ന് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്ന് പാർക്ക് ചെയ്തത്. ഇതിനെക്കാട്ടി നല്ല അടിപൊളി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ അവിടെ പാർക്ക് ചെയ്യാതെ ഇവിടെ വന്ന് പാർക്ക് ചെയ്താണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഉണ്ട്. എന്താന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന ഭാഗം എന്ന് വെച്ചാൽ ആൾക്കാർ നടക്കണേ ആ ഭാഗത്തു നിന്നാണ് ഞാൻ വന്ന് കേട്ടോ. അതിന്റെ ലാസ്റ്റ് വന്നുകൊണ്ടാണ് ഞാൻ ബൈക്കും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് കൂടെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ബൈക്ക് കൂടെ അല്ല നമ്മൾ പോകണത്. ഇതിന്റെ ഫുൾ കവർ എടുക്കാനും വേണ്ടി നമ്മൾ എന്തായാലും കുറച്ചും കൂടി മുമ്പ് കടന്നു കാണുന്നതിന്റെ വേറെ വഴിയും കൂടി ഉണ്ട്. ആ ബൈക്ക് കൂടെ പോയിക്കാണ്ട് ഒരു ഫുട് പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫുട് പാത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് കേട്ടോ വണ്ടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ടത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടാവും. അപ്പോൾ നോക്കണ്ട കുറച്ചും കൂടി കഴിഞ്ഞ് കാണുന്നുണ്ട്. പേരും തിരക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിതൊക്കെ ഈ ബൈക്ക് കൂടെ പോകാനും വേണ്ടി കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്നത്. നേരെ സൈഡ് നോക്കുമ്പോൾ ഇതൊക്കെ കുടുംബശ്രീന്റെ എന്തോ ഒരു കഫയും കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഇനി നേരെ പോവാം. നേരെ മുമ്പിലാക്കുന്ന ഒരു ഫുട് പാത്തും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ. ഈ ഫുട് പാത്തിന്റെ അവിടെ തിരിച്ച് വലത്തോട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഫുട് പാത്തും കാര്യങ്ങളൊന്നും ഓവർ നീളം പോലെ. അതേ സ്ഥാനത്ത് ഈ ഇടത്തോട്ട് നോക്കി കാണുന്നുണ്ട്. ഈ ഫുട് പാത്തും കാര്യങ്ങളൊക്കെ കുറച്ച് നീളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരും കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഫുട് പാത്തിന്റെ ലാസ്റ്റിക്ക് മരക്കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മരക്കൂട്ടത്തിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് നല്ല വൈബ് അടിച്ച് നടന്നതിന്റെ ശേഷം നമുക്കൊരു കരിങ്കൽ കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കടൽക്കിറങ്ങിയാണ്ടുള്ള ആ കരിങ്കൽ കെട്ടിന്റെ ലാസ്റ്റിക്ക് പോകണം നമുക്ക്. ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ എന്താ മനസ്സിലായ നിങ്ങൾക്ക്? അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ല വീഡിയോന്റെ ഫസ്റ്റ്ക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റും എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടത്. ആ ഗേറ്റ് കൂടെ കയറി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റാം. മറ്റേ ഞാൻ വന്ന വൈ കൂടെ എത്തി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ കണ്ടുവരാം. പിന്നെ നേരെ സൈഡ് നോക്കി കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു പാർക്കും കൂടി കാണാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ ഫുട് പാത്തും കാര്യങ്ങളൊക്കെ അവസാനിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് മരക്കൂട്ടത്തിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ചെന്നെത്തലിട്ടാ. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് നേരെ മുമ്പ് കണ്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി മരക്കൂട്ടാണ് കാണാൻ പറ്റുക. അവിടെ സൈഡിലായിട്ട് കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. വേറൊരു റേഞ്ച് ആംബിയൻസ് ആട്ടപ്പെടാം. നമുക്ക് ഇനി മരക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കണ്ട് കിടക്കാം. എന്നിട്ട് നേരെ ആ കരിങ്കൽ കെട്ടിന്റെ അങ്ങോട്ട് പോട്ടെ. നമ്മളിത് മരക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തി. നേരെ കാണുന്ന ആ കെട്ടിന്റെ ലാസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പോണ്. അവിടെ നിൽക്കുന്ന 4-5 ആൾക്കാർ വലിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് മീൻ പിടിച്ചാൻ പോകാൻ വേണ്ടി. നമ്മൾ വന്ന് ഈ കെട്ടിന്റെ പെടത്തിട്ട് ഈ കെട്ടിന്റെ ലാസ്റ്റിക്ക് പോകണം നമുക്ക്. ഈ കാണാനാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയും കടലും ടച്ച് ആവുന്ന ഏരിയ ഉണ്ടത്. ഇതിന്റെ നേരെ അപ്പുറത്ത് ഒരു കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടു ചെയ്യുക. അവിടെയാണ് പൊന്നാനി ബീച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറേക്കര ബീച്ചിന്റെ കടലും പിന്നെ അതേപോലെ തന്നെ മരക്കൂട്ടത്തിന്റെ വ്യൂ കൂടി കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് നേരെ കരിങ്കൽ കെട്ടിന്റെ ലാസ്റ്റിക്ക് പോവാം. നല്ല രീതിക്ക് തന്നെ ചൂണ്ടിടാനായിട്ട് ആൾക്കാർ വന്ന് കിട്ടപ്പെടാം. പിന്നെ കടലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് ബോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരു ടീംസ് ഇതൊക്കെ ഇവിടെ മീൻ പിടിച്ചിട്ടാ. ഒരാൾ ഇതൊക്കെ ഇവിടെ ചൂണ്ടി കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് പോയിക്കണേ. മീൻ പിടിച്ചുകൊണ്ട് ബോട്ടുകൾ ഇതാ വരിക്ക് പോകണ്ടാ. ഈ കെട്ടിന്റെ ഇവിടെ ഈ ടൈമിൽ നല്ല ആൾക്കാരുണ്ട് ഇട്ടപ്പോ ഇവിടുന്ന് കിട്ട് കടൽ കാണാൻ വേറെ നാക്കനുണ്ടില്ല. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറയും. ഇവിടെ വേറെ ടീംസിനെ കൂടി ചൂണ്ടിടാനായിട്ട് നമ്മൾ കണ്ടു കിട്ടാം. അത്യാവശ്യം നല്ല ആൾക്കാർ ചൂണ്ടിടാനായിട്ട് തന്നെ വന്ന് കിട്ടപ്പെടാം. നമ്മൾ എന്തായാലും ഇനി മുമ്പ് പോയോക്കാം. അതൊക്കെ ഉണ്ട് പൊന്നാനി ബീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. ഇത് ഈ ലാസ്റ്റിക്ക് ചൂണ്ടിടുന്ന ആൾക്കാരെ ഓലോട് ചോദിച്ചോട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കണേ. നമ്മൾ ഈ റെഡ് ടീഷർട്ട് ഇട്ട ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിക്കണേ. മൂപ്പര് നമുക്ക് മീനും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് മൂപ്പര് കിട്ടിയ മൂപ്പരോട് ആ മീനും കാര്യങ്ങളൊക്കെ കാണിച്ചു ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ ഈ ബോക്സും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കാൻ ഇട്ടാ. മൂപ്പരല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചിട്ട് നമ്മളോട്. പിന്നെ മൂപ്പര് എവിടെ ഉള്ള ചോദിച്ചപ്പോൾ ഇടവണ്ണുള്ളതാണ്. ഇടവണ്ണയ്ക്ക് ഇവിടുന്നുള്ള കിലോമീറ്റർ വെച്ച് കാണുന്നുണ്ട് 69 ഉണ്ട്. എനിക്ക് ഇവിടുന്ന് വെച്ച് കാണുന്നുണ്ട് 33 കിലോമീറ്റർ ഉണ്ട്. എന്റെ നാട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ മൂപ്പര് 69 കിലോമീറ്റർ ദൂരം ഒന്നും കേട്ടോ. അപ്പൊ ചൂണ്ടിടുന്നത് മൂപ്പര് ഒറ്റക്കല്ല. മൂപ്പരപ്പം 2 ആൾക്കാർ കൂടി ഇട്ടാ. നമുക്ക് ഇനി കുറച്ചേരം ഇവിടെ ഇരുന്നീന്റെ ഒക്കെ പോയാൽ മതിട്ടാ. ഈ ഒരു ഇളയ വെയിലത്തി ഇരിക്കാൻ വേറെ നാക്കനുണ്ട് ഇവിടെ. പിന്നെ നല്ല അടിപൊളി കടൽക്കാറ്റും എന്നെ പോരാ. അത്യാവശ്യം നല്ല ബോട്ടുകൾ പോകുന്നുണ്ട് ഈ കൂടെ. നേരത്തെ ഇടവണ്ണിന്ന് വന്നില്ല അതുപോലെ ഫുൾ ടീം ആണ്. നമുക്ക് ഇവിടെ ഒരാൾ കടലേറ്റ് വന്നിട്ടാ. കടലേറ്റ് വന്ന സ്ഥിതിക്ക് നമ്മളൊരു കടൽ പാക്കറ്റും കാര്യങ്ങളൊക്കെ മീനുണ്ടാ. നമുക്ക് കുറച്ചേരം കടലിൽ നിന്നിരിക്കാം. അപ്പത്തിന് കാക്കാക്ക് അവിടെ മീൻ അടിച്ചത് തോന്നുന്നുണ്ടാ. കാക്ക നല്ല സ്പീഡിൽ തന്നെ ചുറ്റിക്കാണ്ട് മീനെ കരക്കെടുക്കാൻ നോക്കണ്ടേ. കാക്ക ചൂണ്ട ചുറ്റി മീനെ കരക്കിലെത്തിച്ചിട്ടാ. നമുക്ക് എന്തായാലും എടുത്തേക്ക് പോയോ. കാക്കനോട് ഇതേ മീൻ ചോദിച്ചപ്പോൾ അമൂറിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ നമ്മളോട്. കാക്കാന്റെ കുറച്ചേരത്തെ മെൻകടലിന് ശേഷം മീനിന്റെ തൊള്ളിന് ചൂണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ.
കേട്ടാ. കാക്ക പിന്നെയും ചൂണ്ടിട്ട് വെക്കണ്ട അവിടെ. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ചൂണ്ട അവിടെ കുത്തിച്ചിണ് കാക്ക. ഒട്ടാള് കുറെ പോകുന്നുണ്ട് വരിക്ക്. നമ്മളാ ഇടവണ്ണിന്ന് വന്ന് ടീംസ് ചൂണ്ടലിൽ നിർത്തിക്കാണ്ട് തിരിച്ചു പോകട്ടോ. നേരത്തെ മീനിനെ കരക്ക് കയറ്റിയ കാക്കാന്റെ ചൂണ്ടലാണ് കാണുന്നത്. കാക്ക പടത്തെ സൈഡിൽ ഇരിക്കണേ. ഏകദേശം ഈ 5 മണിക്കുള്ള കാഴ്ച ഉണ്ട് ഈ കെട്ടുമത്ത് നിങ്ങൾ കാണണേ. കെട്ടുമിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കടലിന്റെ കരക്കിലും നല്ല ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ നേരം ഇവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ലോങ്ങ് നോക്കി നിങ്ങൾ ഈ ചേലിനുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർ. ഭാരത പോയിന്റ് സൈഡിൽ കൂടെ നമുക്ക് ആ കെട്ടിന്റെ അങ്ങോട്ട് വണ്ടിയായിട്ട് പോകാൻ പറ്റൂട്ടോ. ഈ കാണുന്ന ബൈക്കിൽ കൂടെ എന്തിനും ഏതിനും ഇതിന്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വണ്ടിക്ക് കൊടുക്കണം, ഇങ്ങക്ക് കൊടുക്കണം കേട്ടോ. പാർക്കിംഗ് ടിക്കറ്റ് ആണ് വണ്ടിക്ക് എടുക്കേണ്ടത്. പാർക്കിംഗ് ടിക്കറ്റ് വണ്ടിക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയായിട്ട് നേരെ ഈ റൂട്ട് കൂടെ ആ കെട്ടിന്റെ അവിടെ എത്തട്ടോ. ഞാൻ ഇവിടെ പോകാൻ നേരത്ത് നോക്കുമ്പോഴാണ് ഈ ഗേറ്റിന്റെ ഇവിടെ വണ്ടികൾ ഇവിടെ വരിക്ക് കണ്ടിട്ട് ഉള്ളിൽ കയറാനും വേണ്ടി. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.